രാജീവ് അഞ്ചലിൻ്റെ ഗുരു എന്ന സിനിമ ഒരു നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും കാഴ്ചയില്ല, അന്ധരാണ്. അതിന് കാരണം ഇലാമ പഴം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവർ കൊടുക്കുന്നു, ആഹാരത്തിൻ്റെ ഭാഗമാണ്. പഴം കഴിച്ച് കണ്ണിൻ്റെ കാഴ്ച പോകുന്നു. എന്നാൽ ആ പഴത്തിനകത്തുള്ള അതിൻ്റെ അത് കഴിച്ചാൽ കണ്ണു തുറക്കും, കാഴ്ച തിരികെ കിട്ടും. ഈശോയുടെ അടുത്ത് ഫരിസയരും നിയമജ്ഞരും ഒരു പ്രശ്നവുമായിട്ട് സമീപിക്കുന്ന ഒരു രംഗമുണ്ട്. പ്രശ്നം അവൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നതാ, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. ഇതൊരു ഹൈജീനിക് പ്രശ്നം എന്നതിലുപരി ഇതൊരു മതപരമായ പ്രതിസന്ധിയാണ്. കാരണം റിച്വൽ അബ്ലൂഷൻ, മതപരമായ ക്ഷാളനം എന്ന് പറയുന്നത് ഒരുതനെ മതപരമായിട്ട് വിശുദ്ധനോ അശുദ്ധനോ ആക്കുന്നതാണ്. ക്ഷാളനം ചെയ്താലേ വിശുദ്ധി ഉണ്ടാവുള്ളൂ. ഈശോയുടെ കാലത്ത് അന്ന് കുമ്രാനിലെ എസീൻ സമൂഹം മിശിഹായുടെ വരവിനായിട്ട് ഏറ്റവും തീക്ഷ്ണമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നവർ, ആ കുമ്രാനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടത് ജലസംഭരണികളായിരുന്നു. പലതരം ക്ഷാളനത്തിന് വേണ്ടി അവർ ഒരുക്കിയിട്ടിരുന്നത്. വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക്, ദൈവികതയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ ക്ഷാളനം, മതപരമായ കഴുകൽ. ഇതിനോട് ഈശോ പ്രതികരിക്കുന്നത് യേശയ്യായെ ഉദ്ധരിച്ചുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും അകലെയാണ് എന്ന് പറഞ്ഞാൽ ഈശോ ആവശ്യപ്പെടുന്നത് ഈ അധരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒരു മാറ്റമാണ്. അധരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ബാഹ്യതയിൽ നിന്നും ഉള്ളിലേക്ക്, ആന്തരികതയിലേക്ക് ഒരു മാറ്റമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഈശോയുടെ പ്രസ്താവന, സാബത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മനുഷ്യൻ സാബത്തിന് വേണ്ടിയിട്ടല്ല. അനുഷ്ഠാനപരമായ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു അന്നത്തെ സാബത്ത് ആചരണം. അതിനെ കൊണ്ടുവന്ന് ഒന്നാം സ്ഥാനത്ത് വെക്കുന്ന ആ മുൻഗണനാക്രമം തെറ്റാണ്. അനുഷ്ഠാനപരതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് തെറ്റാണ് എന്ന് ഈശോ പറഞ്ഞിട്ട് എന്താണ്? മനുഷ്യൻ, മാനവികത, അതിൻ്റെ പിറകിലുള്ള ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഒരു റിച്വലിസ്റ്റിക് റിലിജനിൽ നിന്നും എത്തിക്കൽ റിലിജനിലേക്ക് മാറാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഞാനിത് പറയുന്ന ഒക്ടോബർ 31 1517 ഹിറ്റൻബർഗ് പള്ളിയുടെ വാതിലേൽ മാർട്ടിൻ ലൂതർ എഴുതി ഒട്ടിച്ച 95 പ്രമേയം തീസിസുകളുണ്ട്. മതം, അന്നത്തെ ക്രിസ്തു മതം ഏറ്റവും വലിയ അനുഷ്ഠാന പരതയിലേക്ക് പോയപ്പോൾ അതിൽ നിന്നും അതിനെ തിരിച്ചു പിടിക്കാൻ, ധാർമ്മികതയിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് മതനവീകരണം, റിഫോർമേഷനെയും കൗണ്ടർ റിഫോർമേഷനെയും ഇന്ന് വിലയിരുത്തുന്നത്. ശങ്കരപ്പിള്ളയുടെ അമാലന്മാർ എന്നൊരു നാടകമുണ്ട്. അമാലന്മാരെന്ന് പറഞ്ഞാൽ പല്ലക്ക് ചുമക്കുന്നവർ എന്നേ അർത്ഥമുള്ളൂ. ആ നാട്ടിലെ രാജ്ഞിയെ ചുമന്നുകൊണ്ടിവർ നടക്കുകയാണ് പല്ലക്കിൽ. ഇവർ കേട്ടിട്ടുള്ളത് ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണെന്നാണ്. പക്ഷെ ഇവർ കണ്ടിട്ടില്ല. അങ്ങനെ യാത്ര പോകുമ്പോൾ വഴിക്ക് വെച്ച് ഇവർ 4 പേരും തമ്മിൽ തർക്കമാകുന്നു, വഴക്കാകുന്നു, അതിലൊരാൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇനി പല്ലക്ക് മുന്നോട്ട് പോകുകയല്ല, കാരണം 4 പേര് വേണമല്ലോ എടുക്കാൻ. ഇനി മുന്നോട്ട് യാത്ര തുടരാൻ പറ്റില്ല എന്ന കാര്യം രാജ്ഞിയെ അറിയിക്കാനായിട്ട് പല്ലക്കിൻ്റെ കർട്ടൻ മാറ്റി ഇവർ നോക്കുമ്പോൾ ഇവർ കാണുന്നത് കാലങ്ങൾക്ക് മുമ്പേ ജീവസറ്റ രാജ്ഞിയുടെ ഭൗതിക ശേഷിപ്പുകളാണ്. ഞെട്ടലോടെ ഇവർ ഓഡിയൻസിൻ്റെ നേരെ വിരൽ ചൂണ്ടി അവരോട് പറയുന്ന വാചകമുണ്ട്, നിങ്ങളും അമാലന്മാർ തന്നെ. ജീവസറ്റ ഭൗതിക ശേഷിപ്പുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന അമാലന്മാർ. മതജീവിതം, ആത്മീയ ജീവിതം അനുഷ്ഠാനങ്ങളിലേക്ക് കെട്ടുപിണഞ്ഞു പോയാൽ, അനുഷ്ഠാനങ്ങളെ ഒന്നാം സ്ഥാനത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ സംഭവിക്കുന്നത് കാഴ്ച നഷ്ടപ്പെട്ട് അന്ധരാകും എന്ന് മാത്രമല്ല, ജീവനും നഷ്ടപ്പെടും, മൃതരായിത്തീരും.